ഹലോ. ഇത് നമ്മുടെ ക്ലാസ് 8ലെ ചാപ്റ്റർ ഉജാലയാണ്. ഇത് ആസ് പെർ വ്യൂവേഴ്സ് കമന്റ് ഞാൻ രണ്ടാമത് സ്ലോലി ഈ ചാപ്റ്ററിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുവാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഈ ലെസൺ ഇതിനകത്ത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി മനസ്സിലാക്കി തരാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നു. സോ ദ ചാപ്റ്റർ ആണ് ഉജാല. ഉജാല എഴുതിയ ആളാണ് സേവക് രാം യാത്രി. ഉജാല എന്ന് പറഞ്ഞാൽ വെളിച്ചം, അതെല്ലാവർക്കും അറിയാം, വെട്ടം, വെളിച്ചം. I am trying to speak very slowly so that you can understand. मेरी गाड़ी कई घंटे विलंब से चल रही थी. മേരി ഗാഡി, എന്റെ വണ്ടി. വണ്ടി എന്ന് പറയുമ്പോ ഗാഡി എന്ന് പറയുമ്പോ കൈ വണ്ടി. ഓക്കെ. കൈ ഘണ്ടെ കുറെ നേരം വിലംബ് സേ ചൽ റഹി ഥി. അപ്പോ വിലംബ് എന്ന് പറയുമ്പോ കുറെ ലേറ്റ് ആയിട്ടായിരുന്നു ഓടിയിരുന്നേന്ന്, വൈകി ഓടിയിരുന്നെ. ഓക്കെ. വൈകുന്നേരമാണ് പറയുന്നത് വിലംബോന. വിലംബോന എന്ന് പറയുമ്പോ വൈകിയാണ് ചൽ റഹി ഥി. അപ്പോ ഈ ആളുടെ മേരി ഗാഡി കൈ ഘണ്ടെ കുറെ മണിക്കൂറോളം വൈകിയായിരുന്നു ഈ വണ്ടി ഓടിക്കൊണ്ടിരുന്നേന്ന്. മീൻസ് ഈ ട്രെയിൻ. ജബ് മേ അഗ്ലെ ഗന്തവ്യ സ്റ്റേഷൻ पर पहुंचा तो मैंने कई रिक्शा चालकों से जवाहर कॉलोनी चलने को कहा. जब मैं, ഞാൻ എന്ന് പറയുമ്പോ ജബ് മേ എന്ന് പറയുമ്പോ ഞാൻ, അഗ്ലെ ഗന്തവ്യ സ്റ്റേഷൻ പർ പहुंचा. അപ്പൊ ഞാന് എന്റെ ലക്ഷ്യസ്ഥാനം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അതിന്റെ ഡെസ്റ്റിനേഷൻ, ഈ മനുഷ്യന് ഇറങ്ങാനുള്ള സ്റ്റേഷനെ പറ്റിയിട്ടാ പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങോരെ ലക്ഷ്യസ്ഥാനം എന്ന് പറഞ്ഞ ആ ഇവിടെയാണ്, അടുത്ത സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. അതിനാണ് ഗന്തവ്യ സ്റ്റേഷൻ പർ പहुंचा എത്തിയപ്പോ तो मैंने, അപ്പോൾ ഞാൻ, കൈ റിക്ഷാ ചാലക്കോ കുറെ, കൈ എന്ന് പറയുമ്പോ കുറെ, ഇഷ്ടം പോലെ, കുറെ ആൾക്കാർ, കുറെ റിക്ഷ ചാലക് ഉണ്ടായിരുന്നു. റിക്ഷ ഓടിക്കുന്ന ആൾക്കാരെയാണ് റിക്ഷാ ചാലക് എന്ന് പറയുന്നത്. കൈ റിക്ഷാ ചാലക്കോ സേ ജവാഹർ കോളനി ചലനെ കോ കഹ. ഞാൻ അപ്പോ കുറെ റിക്ഷക്കാരോട് ജവാഹർ കോളനിയിലേക്ക് പോകുമോ എന്ന് ചോദിക്കണേനാണ് ചലനെ കോ കഹ എന്ന് പറയുന്നത്. चूंकि ജവാഹർ കോളനി സ്റ്റേഷൻ സേ ദൂർ പടുത്തി थी. എന്തുകൊണ്ടെന്നാൽ ജവാഹർ കോളനി സ്റ്റേഷനിന്ന് സേ ദൂർ ഭയങ്കര ദൂരമായിരുന്നു. അതിനാണ് പറയണത് ദൂർ പടുത്തി थी. और പിന്നെ റസ്ത ഭി സുൻസാൻ था. റസ്ത എന്ന് പറയുമ്പോ വഴി, വഴി എന്തായിരുന്നു? സുൻസാൻ വഴിയായിരുന്നു, വിജനമായ വഴി എന്ന് പറയുന്നത്. ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തിനെയാണ് പറയുന്നത് സുൻസാൻ. സുൻസാൻ മീൻസ് വിജനമായ ഒരു വഴിയായിരുന്നു. ഇസ്ലിയെ, അത് കാരണം, കോയി ഭി റിക്ഷാ ചാലക്, ഒരു റിക്ഷാ ചാലക് എന്ന് പറയുമ്പോൾ റിക്ഷ ഓടിക്കുന്ന ആള് തന്നെ റിക്ഷാ ചാലക് എന്ന് പറയുന്നത്. ഒരു റിക്ഷാക്കാരനും മുझे എന്നെ ജവാഹർ കോളനിയിലേക്ക് ले जाने को तैयार नहीं था. എന്നെ ജവാഹർ കോളനിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാർ नहीं था, റെഡി ആയില്ല. ഇതുവരെ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. मैं प्लेटफॉर्म से बाहर निकलकर, ഞാൻ പ്ലാറ്റ്ഫോമിന്ന് ബാഹർ നിക്കൽക്കർ പുറത്തോട്ട് ഇറങ്ങിയിട്ട്, നമ്മളെല്ലാവരും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പുറത്തേക്ക് വരുമല്ലോ, പ്ലാറ്റ്ഫോമിന്റെ പുറത്തേക്ക് വരുമല്ലോ എല്ലാവരും. അവിടെ വന്നിട്ട് കോയി 15 മിനിറ്റ് തക്, ഒരുമാതിരി കോയി എന്ന് പറയുമ്പോ ഒരു 15 മിനിറ്റ്, ഒരു 15 മിനിറ്റ് തക് ഇസി പ്രതീക്ഷാമേ ഖടാ രഹാ. ഇസി പ്രതീക്ഷാമേ ഖടാ രഹാ, ഈ കാര്യം വെയിറ്റ് ചെയ്ത് നിന്നു. വെയിറ്റ് ചെയ്യണേനെ പറയാ പ്രതീക്ഷ കർണ എന്ന് പറയുമ്പോ. പ്രതീക്ഷ എഴുതേണ്ടിയിരുന്നു കി കോയി റിക്ഷാ ചാലക്, ഏതെങ്കിലും ഒരു റിക്ഷക്കാരൻ, സഹി ഏതെങ്കിലും ഒരു റിക്ഷക്കാരൻ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഷായദ്, ഇല്ലെങ്കിൽ
ട്രെയിൻ സെ ഉത്രി കോയി, ട്രെയിനിന്ന് ഇറങ്ങുന്ന, ഉത്തർന്ന എന്ന് പറയുമ്പോ ഇറങ്ങിയ. അപ്പൊ ട്രെയിൻ സെ ഉത്രി കോയി സവാരി, അപ്പൊ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന ഏതെങ്കിലും ഒരു സവാരി, ഏതെങ്കിലും ഒരു യാത്രി ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന ഹി ഉധർ ജാനെ വാലെ ദിഖ് ജായേ. അപ്പൊ शायद ट्रेन से उतरने कोई सवारी ही उधर जाने वाले दिख जाए. അപ്പൊ ഈ മനുഷ്യൻ റിക്ഷക്കാരനെ അവിടെ നോക്കി നിൽക്കുമ്പോ ഇത് ഓർത്ത് നിൽക്കുമെങ്കിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന ഏതെങ്കിലും ഒരു യാത്രി ആ വഴിയില് ഉധർ ജാനേവാല, ഉധർ ജാനേവാല എന്ന് പറഞ്ഞോ ഈ മനുഷ്യനെ പോണ്ട ആ വഴിയിൽ കൂടെ പോകുന്ന ആരെയും കാണുന്നു നോക്കി അവിടെ 15 മിനിറ്റോളം നിന്നു. रात गहराने लगी तो सुनसान रास्ते पर जाते हुए मन पक्का नहीं हो पाता. रात गहराने लगी. അപ്പോ രാത് ഗഹ്റാന ലഗി എന്ന് പറയുമ്പോ രാത്രി നല്ല ആഴമേറിയ രാത്രിയായിരുന്നു. മീൻസ് മിഡ് നൈറ്റ്, ഒരുമാതിരി 12-1 മണി അത്ര രാത്രി ആയി പോയുണ്ട്. രാത് ഗഹ്റാനെ ലഗി, നിന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും രാത്രി ആഴമായി കൊണ്ടിരിക്കുക, രാത്രി കൂടുതൽ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇരുട്ട് പിടിച്ചുകൊണ്ടിരിക്കുക. തോ സുൻസാൻ റസ്ത, അപ്പൊ ഈ എന്താ പറയുന്നത്, ഈ വിജനമായ ഈ വഴിയിലേക്ക് റസ്തേ പർ ജാത്തേ ഹുവേ, ഈ വിജനമായ വഴിയിലേക്ക് പോകാൻ മനസ്സ്, മൻ എന്ന് പറയുമ്പോ മനസ്സിനെയാണ് പറയണത്. മനസ്സ് ഒരു പക്കാ നഹി ഹോ പാത്ത, മനസ്സൊരു ഉറപ്പ് തരുന്നില്ലായിരുന്നു. പോണോ വേണ്ടേ, ഇത്ര രാത്രി ഈ വിജനമായ വഴിയിൽ പോണോ വേണ്ടേന്ന് മനസ്സിന് ഒരു ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഹാ സംഘ് സാത്ത് കേലിയെ, ഹാ അഥവാ സംഘ് സാത്ത് എന്ന് പറയുമ്പോ കൂടെ ആരെങ്കിലും, സംഘി സാഥി എന്ന് പറയുമ്പോ കൂട്ടുകാരെങ്കിലും के लिए कोई उधर जाने वाला मिल जाए तो आदमी निडर होकर जा सकता था. അപ്പോ സംഘ് സാഥി ആരെങ്കിലും കൂട്ടുകാര് പരിചയക്കാരോ ആ വഴിയിലോട്ട്, ഉധർ ജാനേവാല ആ വഴിയിലേക്ക് മിൽ ജായേതോ കിട്ടുമായിരുന്നെങ്കിൽ ആദ്മി നിഡർ ഹോക്കർ ജാ സക്താ താ, അപ്പൊ നമുക്ക് എന്താ പറയുന്നത്, ഒരു പേടിയും ഇല്ലാതെ ഭയമില്ലാതെ നിർഭയമായിട്ട് നമുക്ക് അങ്ങോട്ട് പോകായിരുന്നു എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കും. കാഫി ദേർ തക്, കുറേ നേരം, കാഫി ദേർ തക് എന്ന് പറയുമ്പോൾ കുറേ നേരം, ജബ് കോയ് പെഹചാൻ വാല നഹീ ദിഖാ, ജബ് കോയ് പെഹചാൻ വാല ഒരു പരിചയക്കാരൻ, പെഹചാൻ വാല എന്ന് പറയുക ഒരു പരിചയക്കാരെയും കാണാണ്ടായപ്പോ, നഹീ ദിഖ കാണാണ്ടായപ്പോ, തോ മേനെ സോച്ച അപ്പോ ഞാൻ ആലോചിച്ചു, സോച്ചന മീൻസ് ആലോചന. അക്കേലെ ജാനെ കെ ബജായ്, ഒറ്റയ്ക്ക്, അക്കേലെ എന്ന് പറയുമ്പോ ഒറ്റയ്ക്ക് പോണേനെ ബജായ് സ്റ്റേഷൻ കെ പ്രതീക്ഷാലയ മേ റുക്ക് കർ ഹി കുछ घंटे बिता लिया जाए. അപ്പൊ ഇയാൾ ഓർക്കും അക്കേലെ ജാനക്കെ ബജായ്, ഒറ്റയ്ക്ക് പോണേന്റെ പകരം സ്റ്റേഷനിലെ പ്രതീക്ഷാലയ എന്ന് പറഞ്ഞ വെയിറ്റിംഗ് റൂം, ഈ വെയിറ്റിംഗ് റൂമില് മേ റുക്ക് കർ, വെയിറ്റിംഗ് റൂമിൽ നിന്ന് കുച്ച് ഘണ്ടെ ബിത്താ ലിയാ ജായ്, കുറച്ചു നേരം അവിടെ സമയം കഴിക്കാന്ന് ഓർക്കും. അപ്പോഴേക്കും ഇരുട്ട് കുറഞ്ഞ് രാവിലെ ആവുന്നുള്ള പ്രതീക്ഷ. മഗർ മേരാ യഹ് സോച്ച് ഹുവാ ഭി സംഭവ് നഹി, മഗർ മേരാ യഹ് സോച്ച്, പക്ഷെ ഞാൻ ഈ ആലോചിച്ച കാര്യം ഭി സംഭവ് നഹി ഹുവ നടന്നില്ല, ഇത് ഈ കാര്യം സംഭവിച്ചില്ല എന്നുള്ള അർത്ഥത്തില വരുന്ന, കാര്യം സംഭവിച്ചില്ല. ക്യോങ്കി എന്താ കാരണം വെച്ചാ പ്രതീക്ഷാലയ എന്ന് പറയുമ്പോ നമ്മുടെ വെയിറ്റിംഗ് റൂമേ ഭീഡ് ഭാഡ് ഇത്തിനി ജാതാത്തി, ഭീഡ് ഭാഡ് എന്ന് പറയുമ്പോ തിക്കും തിരക്കും ഇത്തിനി ജാതാത്തി, എന്തോരം തിക്കും തിരക്കും ഭയങ്കര കൂടുതലായിരുന്നു. कि मुझे वहां अपने लिए ठहर सकने की कोई गुंजाइश नजर नहीं आई. അപ്പോ ഈ എന്താ പറയുന്നത്, ഈ ഭീഡ്ഭാട് കാരണം, ഈ തിക്കും തിരക്കും കാരണം ഇത്തിനി ജാദാ തീ കി മുझे എനിക്ക് വഹാ അവിടെ, അപ്നെ ലിയെ എനിക്ക് വേണ്ടിയിട്ട്, ഠഹർ സക്ന നിൽക്കാൻ വേണ്ടി, ഠഹർ സക്ന എന്ന് പറഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യണേനാ ഠഹർന എന്ന് പറയാ, ഠഹർ സക്നേക്ക്. അപ്പൊ അവിടെ കോയി ഗുഞ്ചായിഷ് നസർ നഹിയായി, അപ്പൊ ഒരു ഇതും മാർഗവും മനസ്സിലായില്ല എന്ന് അവിടെ നിക്കാൻ വേണ്ടിട്ട്, കാരണം അത്രയും തിക്കും തിരക്കും കൂടുതലായിരുന്നു, അത് കാരണം. इसके अलावा ഇതല്ലാതെ थोड़ी थोड़ी सर्दी भी शुरू हो गई, थोड़ी थोड़ी കുറച്ച് സർദി എന്ന് പറയുമ്പോൾ തണുപ്പും ശുരു ഹോ ചുക്കി തീ, തണുപ്പും
സ്റ്റാർട്ട് ആയിരുന്നു, തുടർന്നായിരുന്നു തണുപ്പ്. കാരണം രാത്രി കൂടുമായിരുന്നു, അപ്പൊ തണുപ്പ് കൂടുമായിരുന്നു. ജോ രാത് കെ ഗഹരാത്തെ ഹി, ജോ രാത് കെ, അപ്പോ രാത് കെ ഗഹരാന മീൻസ് എന്നിട്ടായിരുന്നു നമ്മുടെ ഈ രാത്രി ഇങ്ങനെ രാത്രി ആഴമായോണ്ടിരിക്കും തോറും और भी अधिक बढ़ जाती थी. जो रात के गहराने से രാത്രി കൂടിയോണ്ടിരിക്കുമ്പോഴേക്കും, രാത്രി കൂടുതൽ ആഴമായപ്പോഴേക്കും, സമയം കൂടുതലാവുമ്പോഴേക്കും ഈ തണുപ്പ് അധിക് ബഡ് ജാത്തി थी. കൂടുതൽ, അധിക് എന്ന് പറയുമ്പോൾ കൂടുതൽ, ബഡ് ജാന കൂടിക്കൊണ്ടിരിക്കുക, അധിക് കൂടിക്കൊണ്ടിരിക്കുക. മേരെ പാസ് ഓടനെ ബിछाने को कुछ नहीं था. എന്റെ കയ്യിൽ ഓടന ബിछाന എന്ന് പറയുമ്പോൾ ഇവിടെ ബെഡ്ഷീറ്റ്, പുതപ്പിന്റെ അർത്ഥത്തിലാണ് പറയുന്നത്. ഓടന ബിछाന, ബിछाने को कुछ नहीं था. എന്റെ കയ്യിൽ പുതയ്ക്കാനും വിരിക്കാനും പുതയ്ക്കാനും ഒന്നും ഇല്ലായിരുന്നു. अंत में, ലാസ്റ്റ്ലി, अंत में यही तय किया. ഞാൻ ഇതാണ് ആലോചിച്ച്, തയ്ക്കർണ മീൻസ് അത് ആലോചിച്ചു വന്നത് ഇങ്ങനെയാ വെച്ചാ കി സാഹസ് സേ കാം ലിയാ ജായ്. അപ്പോ ഇവരോർക്കും ധൈര്യത്തോടെ, സാഹസപൂർവ്വം നമുക്ക് കാര്യങ്ങൾ ചെയ്യണം. കാം ലിയാ ജായ് ഓർ अपनी कॉलोनी की ओर प्रस्थान कर दिया जाए. और अपनी कॉलोनी की ओर, और അവരുടെ കോളനിയുടെ की ओर എന്ന് പറയുമ്പോ കോളനിക്ക് പോകേണ്ട വഴിയിലോട്ട് പ്രസ്ഥാൻ കർ ദിയാ ജായ്, പുറപ്പെടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ്ലി തീരുമാനിച്ചു ഈ മനുഷ്യൻ ഒറ്റയ്ക്ക്. मैं मार्ग से बखूबी परिचित था. मैं എന്ന് പറയുമ്പോ ഞാൻ, मार्ग से, ഓക്കെ, मार्ग से ബഖൂബി പരിചിത് था. അപ്പോ എനിക്ക് ഈ എന്താ പറയുന്നത്, ഈ എന്റെ പോണ വഴി എനിക്ക് നന്നായിട്ട് അല്ലെങ്കിൽ ശരിയായിട്ട് എനിക്ക് ഒരു നല്ല പരിചയമുള്ള വഴിയായിരുന്നു. ബഖൂബി എന്ന് പറയുമ്പം നല്ല ശരിക്കും പരിചയമുള്ള വഴിയായിരുന്നു. അന്തതഹ്, അപ്പോ എന്താണ്, അവസാനമായി മേ മൻ പുക്ത കർക്കെ ചൽ ഹി പടാ. അപ്പൊ ഇത് ഇവൻ എന്താ ചെയ്ത, ലാസ്റ്റ്ലി അവസാനമായി ഞാൻ എന്റെ മനസ്സിനെ നല്ല മൂർച്ചയാക്കി, ധൈര്യമാക്കി, കർക്കെ ചൽഹി പടാ, നടക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ചലത്തെ ചലത്തെ, നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ജैसे ही, चलते चलते, जैसे ही मैं സ്റ്റേഷൻ की सीमा से बाहर निकला. चलते चलते, നടന്നുകൊണ്ടിരിക്കുമ്പോ, जैसे ही मैं, ഞാന് സ്റ്റേഷൻ की सीमा, സ്റ്റേഷന്റെ ആ ബൗണ്ടറിന്ന് ബാഹർ നിക്ല, പുറത്തോട്ട് ഇറങ്ങിയപ്പോ, तो यह देखकर दंग रह गया. അപ്പോ അത് കണ്ട്, यह देखकर दंग रह गया എന്ന് പറയുമ്പോ ആശ്ചര്യമായിട്ട് കണ്ട ഒരു दंग रह गया कि सड़क की दोनों तरफ खड़े, सड़क की दोनों तरफ खड़े बिजली के खंबे पर एक भी बल्ब अथवा रॉड नहीं जल रही है. अപ്പോ चलते चलते, जैसे ही मैं സ്റ്റേഷൻ की सीमा से बाहर निकला. അപ്പോ ഈ സ്റ്റേഷന്റെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോ എന്താണ് കാണുന്നത്, ദേക്കർ ദംഗ് രഹ ഗയ, കണ്ടിട്ടത് ദംഗ് രഹ ജാനമേ, ആശ്ചര്യമായിട്ട് നിന്ന് പോയി. നിക്കി സടക് മേ, സടക് എന്ന് പറയുമ്പോ റോഡില്, ദോനോ തരഫ്, രണ്ടു വശത്തും, ഖടേ ബിജ്ലി കെ ഖംബെ, രണ്ട് സൈഡിലും നിക്കണ ഇലക്ട്രിസിറ്റിയുടെ ഈ ബിജ്ലി ക ഖംബ എന്ന് പറയുമ്പോ നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ഈ വെട്ടം ഉണ്ടാവുമല്ലോ റോഡില്, അതിന്റെ ആ ഖംബെ പർ, അതിന്റെ ആ റോഡേല് ഏക് ബി ബൾബ് അഥവാ റോഡ് നെഹി ജൽ രഹ, ഒറ്റ ബൾബോ റോഡോ കത്തുന്നില്ലാന്ന് ഇവന് വെളിയിൽ ഇറങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നേ. അപ്പൊ എന്താ ചെയ്യുന്നേ, അപ്പൊ ഈ മനുഷ്യൻ ഇരുട്ടാണല്ലോ, അപ്പം പേടിയായി. अंधेरी रात थी और मेरे साथ चलने वाला कोई नहीं था. अंधेरी रात थी, ഭയങ്കര ഇരുട്ടുള്ള രാത്രിയായിരുന്നു. പിന്നെ എന്റെ കൂടെ മേരെ സാത്ത് ചലനെ വാല, നടക്കാൻ ആരും ഇല്ലായിരുന്നു. കോയ് നഹി ഥാ, ആരും ഇല്ലായിരുന്നു. ऐसी विकट परिस्थिति में, ഇങ്ങനത്തെ ഒരു എന്നാ പറയുന്നത്,
കഠിനമായ പരിസ്ഥിതി, കഠിനമായ ഒരു സാഹചര്യം. ഓക്കെ, അപ്പൊ ऐसे വിക്കട്ട്, വിക്കട്ട് എന്ന് പറയുമ്പോൾ കഠിനമായ ഒരു ബുദ്ധിമുട്ടുള്ള പരിസ്ഥിതി, പരിസ്ഥിതി പറയുമ്പോ സാഹചര്യത്തിൽ നിശ്ചിത് ഹോക്കർ ബഡ്ത്തെ ചലെ ജാനാ ഭി സുഖം നഹീ താ. അപ്പോ ഇങ്ങനത്തെ ഒരു കഠിനമായ പരിസ്ഥിതിയിൽ നമുക്ക് എന്താ പറയുന്നത്, ഒരു നിശ്ചിതമായിട്ട് നമുക്കൊരു ടെൻഷനും ഇല്ലാണ്ട് നടന്നു പോവാനും ചലേ ജാനാ ഭി സുഖം നഹീ താ. അപ്പോ അങ്ങനെ നടന്നു പോണ കാര്യം അത്ര നല്ലതല്ലായിരുന്നു എന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കും. एक दो वाहन इधर उधर आए गए भी. एक दो वाहन, ഒന്നോ രണ്ടോ വാഹൻ എന്ന് പറയുമ്പോ വണ്ടി, ഒന്നോ രണ്ടോ വണ്ടി അവിടുന്നും ഇവിടുന്നും അവിടുന്നും പോയി. ആയ ഗൈ എന്ന് പറഞ്ഞാൽ വന്നും പോയിരുന്നു. മഗർ പക്ഷേ ഉൻകി ഉൻകി ഷീന रोशनी में रास्ता तो दूर तक नहीं देखा जा सकता था. मगर उनकी ഉനിക്ക് ഷിന റോഷ്നി, ഷിന റോഷ്നി എന്ന് പറഞ്ഞാൽ കുറച്ച് വെളിച്ചം, ഒരു ദുർബലമായ വെളിച്ചം, അല്ലെങ്കിൽ കുറച്ച് വെളിച്ചത്തിനെ പറയുന്ന മീനിങ് ആണ് ഇതിന്. മേ റസ്ത, ഈ ദുർബലമായ അല്ലെങ്കിൽ ചെറിയ വെളിച്ചത്തിൽ റസ്ത തോ ദൂർ തക് നഹി ദേഖാ ജാ സക്താ ഥാ. അപ്പൊ ഈ വണ്ടികൾ വന്നും പോയതിന്റെ ആ ചെറിയൊരു ലൈറ്റിലൊന്നും ഈ ദൂർ തക് നഹി റസ്ത നഹി ദേഖാ ജാ സക്താ ഥാ, ഈ റോഡ് കാണാൻ പറ്റുന്നില്ലായിരുന്നു. फिर सड़क भी ठीक नहीं था. പിന്നെ സടക് ബി ठीक नहीं था, റോഡും നല്ലതല്ലായിരുന്നു. ഉസ്മേ ഭി ജഗ ജഗ ഗഡ്ഢേ थे. ആ റോട്ടിലും, ഉസ്മേ ഭി എന്ന് പറയുമ്പോൾ റോഡിലും, ജഗ ജഗ വഴി വഴിയിൽ കുഴികളായിരുന്നു. ഗഡ്ഢേ थे. ഖൈർ, അപ്പൊ എന്താ ചെയ്യാ, ശരി. പക്ഷെ ആ മനുഷ്യൻ ഓർക്കും, ഓക്കെ ശരി, കിസി തര എന്തെങ്കിലും സാവധാനി സെ, എങ്ങനെയെങ്കിലും സാവധാനി സെ എന്ന് പറയുമ്പോ പതുക്കെ പതുക്കെ ശ്രദ്ധിച്ച്, ധീമേ ധീമേ പതുക്കെ പതുക്കെ, ചലത്തെ ഹുവേ മേ ഏക് മോഡ് തക് പहुंची गया. ധീരെ ധീരെ, ധീമേ ധീമേ എന്ന് പറയുമ്പോ ധീരെ ധീരെ, ചലത്തെ ഹുവേ നടന്നുകൊണ്ട്, ഞാൻ ഒരു ഏക് മോഡ് പർ ഒരു വളവിലേക്ക് എത്തി, തക് പहुंच ही गया ലാസ്റ്റ് ഒരു വളവ് വരെ എത്തി ഈ മനുഷ്യൻ. വഹാ സെ മേരാ റസ്ത ദൂസരി ഓർ മുടുത്താ ഥാ. അവിടെ നിന്ന് ആ ഒരു വഴിയിലെത്തിയില്ലോ, ഒരു വളവിലെത്തിയില്ലോ, ആ വളവെന്ന് വഹാ സെ മേരാ റസ്ത, അവിടെ നിന്ന് എന്റെ വഴി, ദൂസരി ഓർ മുടുത്താ ഥാ, വേറെ ഒരു ദിശയിലേക്കായിരുന്നു എന്റെ വഴി പോയിരുന്നേ. തബി മേനെ ദേഖാ കി, അപ്പോ ഞാൻ കണ്ടത്, തോടാ സാ ആകെ കുറച്ചു മുമ്പില്, ദോ വ്യക്തി രണ്ട് മനുഷ്യർ, ധീമി ഗതി സെ, ധീമി ഗതി എന്ന് പറയുമ്പോ പതുക്കെ പതുക്കെ, ഭയങ്കര ധീമി എന്ന് പറയുമ്പോ പതുക്കെ, സ്പീഡിൽ, ഗതി എന്ന് പറയുമ്പോ സ്പീഡിൽ, സ്പീഡ് ചെറിയ സ്പീഡിൽ, ഏക് ലാൽട്ടേൻ ഹാത്മേ, ഒരു ലാൽട്ടേൻ, ലാൽട്ടേൻ എന്ന് പറയുമ്പോ വിളക്ക്, നമ്മുടെ ലാൽട്ടേൻ ഹാത്മേ കയ്യിലെടുത്ത്, ആകെ ബഡ് രഹേ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. मुझे എനിക്ക് उस लालटेन के प्रकाश से मार्ग दिख सकने की संभावना दिखाई पड़ी. എനിക്ക് मुझे उस लालटेन की, ആ ലാൻടേൺ, ആ വിളക്കിന്റെ പ്രകാശത്തില് എനിക്ക് മാർഗം, ഈ മാർഗം കാണാൻ, ദിക് സക്കന എന്ന് പറയുമ്പോ കാണാൻ പറ്റുന്നേക്ക്, സംഭാവന ദിഖായി പടി, സംഭാവന എന്ന് പറയുമ്പോ ഈ ചെറിയ വെട്ടത്തിൽ നിന്ന് എനിക്ക് കുറച്ച് റോഡ് കാണാനുള്ള ഒരു എന്താ പറയുന്ന അവസരം കിട്ടി, ഒരു ചെറിയ ചാൻസ് അവന് തോന്നി, ഈ വെട്ടത്തിൽ എനിക്ക് റോഡ് കാണാൻ പറ്റുന്നുള്ള ഒരു കാര്യം തോന്നിയുണ്ട് മനസ്സിൽ. അന്ധേരി രാത്മേ മുझे, ഈ എന്താ പറയുന്നത്, ഇത്രയും കൂരിരുട്ടത്ത്, രാത്മേ മുझे യേ പ്രകാശ് ഏക് ഈശ്വരീയ വിഭൂതി ജൈസെ ജാൻ പടാ, ഈ വരുന്ന ഈ പ്രകാശം എന്തുപോലെ തോന്നി, ഇതൊരു ദൈവത്തിന്റെ കിട്ടുന്ന ഒരു വിഭൂതി പോലെ തോന്നി, ഒരു ദൈവാനുഗ്രഹം പോലെ അവന് ജാൻ പടാ എന്ന് പറയുമ്പോ മനസ്സിലാവുക, എനിക്ക് തോന്നുക. മേ ലപ്പക്കർ ഉൻ ദോനോ കെ നസ്ദീക് പहुंचिया. ഞാൻ ലപ്പക്ന എന്ന് പറയുമ്പോ ചാടുക, കുതിക്കുക, ഓക്കെ, കുതിച്ചിട്ട്, ഉൻ ദോനോ കെ നസ്ദീക് പहुंचा, ആ രണ്ട് പേര്, ഉൻ ദോനോ കെ എന്ന് പറയുമ്പോ ഈ രണ്ട് പേര്, ഈ ലാൾട്ടേൻ കൊണ്ട് നടക്കുന്ന ഈ രണ്ട് പേര്, നസ്ദീക് പहुंच गया. നസ്ദീക് പहुंचന എന്ന് പറയുമ്പോ, നസ്ദീക് എന്ന് പറയുമ്പോ അവരെ അടുത്തോട്ട് എത്തി.
उनके एकदम निकट जाकर मैंने पाया कि वे दोनों राहगीर तो निपट अंधे थे. उनके അവരുടെ एकदम निकट എന്ന് പറയുമ്പോൾ ഭയങ്കര അടുത്തേക്ക് ചെന്നപ്പോ ജാക്കർ मैंने पाया ഞാൻ കണ്ടത് എന്താണ് कि वे दोनों राहगीर ഈ രണ്ട് വഴിയാത്രക്കാർ രാഹഗീർ എന്ന് പറയുമ്പോൾ വഴിയാത്രക്കാർ तो निपट अंधे हैं. അപ്പൊ അതിനർത്ഥം എന്താ ഇവര് രണ്ടുപേരും കംപ്ലീറ്റ് ആയിട്ട് ഒട്ടും കാണാത്തവരാണ്, കംപ്ലീറ്റ് കാഴ്ചയില്ലാത്തവരാണെന്ന്. അന്ധ എന്ന് പറയും ബ്ലൈൻഡ് ആണെന്ന്. उनके हाथ में जलती लालटेन देखकर मुझे घोर आश्चर्य हुआ. उनके हाथ में അവരുടെ കയ്യിൽ ജൽത്തി ലാൽട്ടേൻ കത്തുന്ന ഈ വിളക്ക് കണ്ടിട്ട് ദേക്കർ കണ്ടിട്ട് മുझे എനിക്ക് ഘോർ ആശ്ചര്യഹോ എനിക്ക് എന്തായി ഭയങ്കരമായിട്ട് ഭയങ്കര ആശ്ചര്യമായി. കാരണം ഈ കണ്ണു കാണാത്തവരെ മനുഷ്യരുടെ കയ്യിലാണ് ഈ ലാൽട്ടേൻ. उनके हाथ में जलती लालटेन देखकर मुझे घोर आश्चर्य हुआ. अपनी जिज्ञासा का दमन नहीं कर पाया, अपनी जिज्ञासा का ദമൻ നഹി കർ പായ. നമ്മുടെ അകത്തുള്ളൊരു എന്താ പറയുന്നത് ഇത് അറിയാനുള്ള ആകാംക്ഷേനെ പറയുന്നത് ജിജ്ഞാസ, ജാനനേക്ക് ഇച്ഛയാണ് ജിജ്ഞാസ. അപ്പോ അപ്നി ജിജ്ഞാസ കാ ദമൻ നഹി കർ പായ തോ മേനെ സോച്ച, എന്റെ മനസ്സിലെ ആ എന്താ പറയുന്നത് ഒരു കാര്യം അറിയാനുള്ള ആകാംക്ഷയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇയാള് ചോദിച്ചു, മേനെ പൂച്ച ഭായ് സൂർദാസ് ലോ, അവരെ അങ്ങനെ വിളിക്കുന്നതാണ് ഭായ് സൂർദാസ് ലോഗ്. രണ്ടുപേരെ വിളിച്ചിട്ട് ചോദിക്കും, ആപ് ജോ യഹ് ജൽത്തി ലാൽട്ടേൻ ലേക്കർ റസ്തേ പർ ചൽ രഹേ ഹൈ, നിങ്ങള് ഈ കത്തുന്ന ഈ ലാൽട്ടേൻ ലേക്കർ കൊണ്ട് വഴിയില് നടക്കുന്ന നിങ്ങള് ഭല ഇസ്സെ ആപ്കോ ക്യാ ലാഭ് മിൽ രഹാ ഹൈ, ഈ ഭല ഈ ഭല ഇസ്സെ എന്ന് പറഞ്ഞാൽ ഈ കത്തുന്ന ലാൻടേനും കൊണ്ട് നടന്നിട്ട് ആപ്കോ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് ലാഭമാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്ത് ഉപകാരമാണ് കിട്ടുന്നത് ചോദിക്കും ഈ രണ്ടുപേരോടും. കാരണം ഈ രണ്ടുപേർക്കും കണ്ണ് കാണില്ല, ഇവര് ഈ വിളക്കും കൊണ്ടാണ് നടക്കുന്നത്, ഈ രണ്ട് ബ്ലൈൻഡ് ആൾക്കാര്. फिर उसने अपनी बातचीत में रोककर पूछा, क्या आपके पास रोशनी का प्रबंध है? अब भला इससे आपको क्या लाभ मिल रहा है? अപ്പൊ मेरी यह सहज उत्कंठा सुनकर वे दोनों चलते चलते रुक गए. അപ്പൊ എന്റെ ഈ ഉത്കണ്ഠ കേട്ടിട്ട് വേ ദോനോ അവർ രണ്ടുപേരും ചലത്തെ ചലത്തെ റുഖ് ഗയേ, ചലത്തെ ചലത്തെ നടന്നുകൊണ്ടിരിക്കുമ്പോ നിന്ന് പോയി. ഓർ ഉന്മേ സേ ജോ അവരെന്ന് ഉമ്ർ മേ ബടാ ഥാ, വയസ്സിന് പ്രായം ഉമ്ർ എന്ന് പറയുമ്പോ പ്രായത്തില് വലുതായിരുന്ന ആള്, ബടാ ഥാ ബോല ബാബുജി ലാൽട്ടേൻ ഹം അപ്നെ വാസ്തെ ലേക്കർ നഹി ചൽ രഹേ, ലാൽട്ടേൻ ഞങ്ങള് അപ്നെ വാസ്തെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ലേക്കർ നഹി ചൽ രഹേ കൊണ്ട് നടക്കുന്നത്, ബൽക്കി പക്ഷേ ആപ് ജൈസെ ആഖ് വാലോं के लिए लेकर चल रहे, പക്ഷേ നിങ്ങളെ പോലെ ആഖ് വാലെ എന്ന് പറയുമ്പോൾ കണ്ണ് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കൊണ്ട് നടക്കുന്നതെന്ന് പറയും. मैंने कहा मेरे लिए क्यों, ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ടോ, ഒരു ചോദ്യമാണെന്നവിടെ. മേരി ആപ്കോ ക്യാ ചിന്ത, എന്നെ പറ്റി നിങ്ങൾ എന്തിനാ ചിന്തിക്കുന്നേ? इसे जरूरत होगी जिसे जरूरत होगी वह खुद अपनी रोशनी का प्रबंध करेगा. അപ്പോ ആർക്ക് ആവശ്യം, ജറൂറത്ത് പറയുമ്പോ ആവശ്യം ഉണ്ടാവും, അവര് ഖുദ് അപ്നി അവര് സ്വയം അവർക്ക് വേണ്ടിയിട്ട് വെട്ടത്തിന്റെ റോഷ്നിക്ക പ്രബന്ധ കരയുക, വെട്ടത്തിന്റെ കാര്യം അവര് തന്നെ അവർക്ക് വേണ്ടിയിട്ട് നോക്കുന്നു പറയും. നിങ്ങൾ എന്തിനാ നോക്കുന്നതെന്ന അർത്ഥത്തില്. ഉന്മേ സെ ഏക് ബോല, ഉന്മേ സെ എന്ന് പറയുമ്പോ അവർ രണ്ടുപേരിൽ ഒരാള് പറഞ്ഞു, ഏക് ബോല ഒരാള് പറഞ്ഞു, നഹി ബാബുജി ഇല്ല ബാബുജി എന്ന് പറയുമ്പോ സാറ് എന്ന അർത്ഥത്തില പറയുന്നത്. യഹ് ബാത് നഹി ഹെ, ഈ കാര്യമല്ല, ഇതല്ല അതിന്റെ അർത്ഥം എന്ന് പറയും. ജോ രാത് കെ അന്ധേരെ മേ ആത്തെ ജാത്തെ ഹെ, ജോ രാത് കെ അന്ധേരെ മേ, ജോ ലോഗ് എന്നുള്ള അർത്ഥത്തിലാണ്, ഏത് മനുഷ്യരാണ് ഈ രാത്രിയുടെ ഈ കൂരി ഇരുട്ടത്ത് വന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. ഉൻകെ സബ്കെ പാസ് ഉജാലെ കാ ഇന്റസാം നഹി
होता। अब उन सबके पास आ रात्रि जो रात के अंधेरे में आते जाते ഈ രാത്രി ഈടെ ഇരുട്ടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ആൾക്കാരില് ഉൻ സബ്കെ പാസ് അവരെല്ലാവരിലും ഉജാലെ का इंतजाम नहीं होता ഉജാല വെട്ടത്തിനുള്ള ഒരു സാധനം അവരില് ഉണ്ടാവില്ലാന്ന്. फिर उसने अपनी बात बीच में रोककर पूछा क्या आपके पास रोशनी का प्रबंध है. फिर उसने അത് കഴിഞ്ഞ് അയാള് അപ്നി ബാത് ബീച്ച് മേ റോക്കർ പൂച്ച അവൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ബീച്ച് മേ റോക്ക് കർ നിർത്തിയോണ്ട് ചോദിച്ചു. ആ കാര്യം നിർത്തിയിട്ട് പെട്ടെന്ന് ചോദിച്ചു ക്യാ ആപ്കെ പാസ് റോഷ്നി കാ പ്രബന്ധ് ഹെ ക്യാ നിങ്ങളുടെ കയ്യിൽ വെട്ടത്തിന് വല്ല സാധനമുണ്ടോ ചോദിക്കും. വല്ല പ്രബന്ധുണ്ടോ ചോദിക്കും. വല്ല വിളക്കോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ എന്നാ പറയുന്നത് ഉസ്കാ പ്രശ്ന സുൻകർ മേ സക് പക്കാ രഹ ഗയാ. അപ്പോ അവന്റെ ചോദ്യം കേട്ടിട്ട് ഞാൻ ആകെ പാടെ സക് പക്കാ രഹ ഗയാ അന്തം വിട്ട് നിന്നുപോയി. और झेपते हुए बोला नहीं सूरदास मेरे पास रोशनी की कोई व्यवस्था नहीं है. ഇല്ല എന്റെ കയ്യിൽ മേരെ പാസ് എന്റെ കയ്യിൽ റോഷ്നി കി വെട്ടത്തിന്റെ ഒരു വ്യവസ്ഥയും ഇല്ല എന്ന് പറയും. ഒരു സാധനം ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ ഇരുട്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു സാധനവും ഇല്ല എന്ന് അവൻ പറയും. മേ തോ ടോർച്ച് ലേക്കർ ഭി നഹീ ചൽത്താ ഞാൻ ടോർച്ച് വരെ കൊണ്ട് നടക്കുന്നില്ല എന്ന് പറയും. വാ ബോല അപ്പൊ അവൻ പറഞ്ഞു ബസ് തോ ഫിർ ആപ് ഹി സമജ് ലോ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലോ എന്ന് ചോദിക്കും. അഭി സമജ് ലോ എന്താണ് ഞങ്ങൾ ഇരുട്ടത്ത് ഇത് കൊണ്ടു നടക്കുന്നത്. ജബ് ऐसे सुनसान सड़क पर आपके पास उजाले के लिए कुछ नहीं है तो और के पास क्या प्रबंध होगा. അപ്പൊ പറയും फिर जब ऐसी सुनसान सड़क पे ഇങ്ങനത്തെ ഒരു വഴിയിൽ വിജന വഴിയിൽ ഈ ഇങ്ങനെ ഇരുട്ടത്ത് ഈ രാത്രിയത്തെ വഴിയിൽ സടക് പർ ആപ്കെ പാസ് നിങ്ങളുടെ കയ്യിൽ ഉജാലെ കേലിയെ വട്ടം കാണാൻ നിങ്ങളുടെ കയ്യിൽ കുച്ച് നഹിയെ ഒന്നുമില്ല. അപ്പോ പിന്നെ ഓറോ കെ പാസ് ക്യാ പ്രബന്ധം. അപ്പൊ പിന്നെ ഓറോ കെ പാസ് എന്ന് പറയുമ്പോ മറ്റുള്ള കയ്യിൽ പിന്നെ എന്ത് കാണും വെട്ടത്തിനുള്ള എന്ത് കാണുമെന്ന് ചോദിക്കും. इसलिए तो हम रात के समय ये जलती लालटेन लेकर चलते हैं. ഇത് കാരണമാണ് ഞങ്ങള് രാത് के समय ഈ ജൽത്തി ലാൽട്ടേൻ കൊണ്ട് ലേക്കർ ചലത്തെ ഹെ കൊണ്ട് നടക്കുന്നു. ഹം തോ ഠഹരെ നിപട്ട് അന്ധേ ഹം തോ ഞങ്ങളാണെങ്കിൽ എന്താ പറയുന്നത് മുഴുവൻ കംപ്ലീറ്റ് എന്താ പറയുന്നത് ഒട്ടും കാണാത്തവരുന്ന നിപ്പട്ട് അന്ധയാണ്. और हमारे लिए अंधेरे उजाले का कोई फर्क नहीं. ഞങ്ങൾക്ക് ഹമാരെ ലിയെ ഞങ്ങൾക്ക് അന്ധേരയും എന്താ പറയുന്നത് ഇരുട്ടും വെട്ടവുമായിട്ട് कोई फर्क ही नहीं है ഒരു വ്യത്യാസവും ഇല്ല. ഇരുട്ടും വെട്ടവും രണ്ടും ഒരേപോലെ അവർ പറയും. യഹ ലാൽട്ടേൻ ഈ എന്താ പറയുന്നത് ഈ വിളക്ക് तो उन सबके लिए है उन सबके लिए है. ഇത് ഈ വിളക്ക് ആർക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാ. जो अंधेरे में चलते हुए हमारे जैसे ही अंधे हो जाते हैं. അപ്പൊ ഈ വെട്ട ആർക്കുള്ളതാ ജോ അന്ധേരെ മേ ഇരുട്ടത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളെ പോലെ തന്നെ അവര് എന്താ പറയുന്നത് കാഴ്ചയില്ലാത്ത ആൾക്കാരാവും. ജैसे ही अंधे हो जाते हैं ഇരുട്ടത്ത് നടക്കുമ്പോ കണ്ണുള്ളവർക്കും കണ്ണു കാണില്ല. അപ്പൊ ഞങ്ങളെ പോലത്തെ അവസ്ഥ അവർക്കും ആവും. അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ലാൾട്ടൻ എന്ന് പറയുന്നത്. और हमें टक्कर मारकर चले जाते हैं ഞങ്ങളെ തട്ടിയിട്ട് അവര് പോകുന്നത്. സച്ചി ബാത് तो यह है സത്യം സച്ചി ബാത് എന്ന് പറയുമ്പോ ശരിക്കും പറയുന്ന ഒരു കാര്യം എന്നാ ബാത് तो यह है कि उनकी टक्करों से निजात पाने के लिए हम रात को जलती लालटेन लेकर चलते हैं. അപ്പോ ഇവൻ പറയും ഈ സത്യത്തിലുള്ള കാര്യം എന്തുട്ടാ സച്ചി ബാത് यह है कि उनकी ടക്കറോ സേ അവര് ഞങ്ങളെ വന്ന് തട്ടും. ടക്രാന എന്ന് മീൻസ് പറയുമ്പോ നമ്മളെ മുട്ടുക നമ്മളെ തട്ടുക. ആ തട്ടുന്നതിൽ നിന്ന് സെ നിജാത് പാനയ്ക്കല്ലേ അവരെ മുക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ട് അവരെ ഈ കണ്ണുള്ളവരെ തട്ടും മുട്ടും നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിജാത് പാന എന്ന് പറയുമ്പോ മുക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ഹം രാത്മേ ഞങ്ങള് രാത്രി
जलती लालटेन लेकर चलते हैं, കത്തുന്ന ഈ लालटेन കൊണ്ട് നടക്കുന്നേ. आप जैसे किसी दयालु से ही हम यह लालटेन जलवा भी लेते हैं. നിങ്ങളുടെ പോലത്തെ ഏതെങ്കിലും എന്താ പറയുന്നത് ദയുള്ള മനുഷ്യരെ കൊണ്ട് തന്നെ ഞങ്ങള് ഈ लालटेन जलवा भी लेते हैं, ഞങ്ങൾ ഈ लालटेन കത്തിപ്പിക്കും ചെയ്യും. मैं उस व्यक्ति की समझदारी से प्रभावित हो गया. ഞാൻ ആ മനുഷ്യന്റെ ആ രണ്ടുപേരെ ഉസ് വ്യക്തിക്ക് സമജ്ധാരി സെ എന്താ പറയുന്നത് ആ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് സെൻസ് കാരണം സെ പ്രഭാവിത് ഹോ ഗയ. പ്രഭാവിത് ഹോ ജാന സ്വാധീനിച്ചെടുത്തു. ആ മനുഷ്യന്റെ വാക്കുകൾ അങ്ങനെ ഭയങ്കരമായിട്ട് അട്രാക്ട് ആയി പോയി. വാസ്തവമേ ശരിക്കും വാസ്തവത്തിൽ എന്താന്ന് ഉസ്കി ബാത് മേ ഗഹറ സച്ച് ഥാ. അവരെ സംസാരത്തിൽ അല്ലെങ്കിൽ അവരുടെ വർത്തമാനത്തിൽ ഒരു സത്യമുണ്ടായിരുന്നു. ഗഹറ സച്ച് ഥാ. അപ്പൊ ഉസ് സൂർദാസ് കി യ കഹാനി ഗഹരി സൂജ് തി. ഈ ആ രണ്ട് പേരെ ആണ് ഇയാള് പറയുന്നത്. ആ സൂർദാസ് കി കഹാനിമേ ഗഹരി സൂജ് തി. നല്ലൊരു സെൻസ് ഉണ്ടായിരുന്നു, മനസ്സിലാക്കാനുള്ള ഒരു അർത്ഥമുണ്ടായിരുന്നു. കി ദൂസറോ കോ പ്രകാശ് ദേനെ വാല ഹി ദൂസറോ കോ മറ്റുള്ളവർക്ക് പ്രകാശ് ദേനെ വാല പ്രകാശം കൊടുക്കുന്ന ആള് തന്നെ അപ്നി ഓർ ദൂസറോ കി രാഹ് പ്രകാശിത് കർത്താ ഹൈ. മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്ന ആള് തന്നെയാണ് അവനാന്റെയും ഓർ ദൂസറോ കി മറ്റുള്ളവരുടെയും വഴിയിൽ പ്രകാശം കൊടുക്കുന്ന ആൾക്കാര്. അപ്പൊ നമ്മളെ തന്നെ പ്രകാശിക്കുമ്പോഴാണ് മറ്റുള്ളവരെ പ്രകാശിക്കുമ്പോഴാണ് നമ്മളെ തന്നെ പ്രകാശം കൊടുക്കുന്നത്. മറ്റുള്ളവർക്കും നമുക്കും എല്ലാവർക്കും ആ പ്രകാശം ആ വെളിച്ചം കിട്ടുന്നത്. मैंने उन दोनों को गहरी कृतज्ञता अनुभव करते हुए धन्यवाद दिया. मैंने ഞാൻ ഉൻ ദോനോ കോ ആ രണ്ട് ആൾക്കാരെ ആ രണ്ട് വഴിയാത്രക്കാരെ കോ ഗഹരി കൃതജ്ഞത. അപ്പൊ ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര ഡീപ്പായിട്ട് അവർ രണ്ടുപേരെ കൃതജ്ഞതയോടെ അനുഭവ കർത്തേ ഹുവേ ധന്യവാദ് ദിയ. അവരെ കുറെ നന്ദി പറഞ്ഞു, കുറെ താങ്ക്സ് പറഞ്ഞു അവരെ ഈ കാര്യത്തിന് വേണ്ടിയിട്ട്, ഇവർ ഈ കാര്യം ചെയ്തതിന്. और उनकी लालटेन की रोशनी में बहुत सा बिहड़ रास्ता पार कर लिया. അപ്പൊ അവരുടെ ഈ ലാൽട്ടേന്റെ വെളിച്ചത്തിൽ, ലാൽട്ടേൻ കി റോഷ്നി എന്ന് പറയുമ്പോ ലാൽട്ടേന്റെ വെളിച്ചത്തിൽ ലാൽട്ടേൻ കി റോഷ്നി മേ അപ്പൊ അവരുടെ ഈ ലാൽട്ടേന്റെ ഈ റോഷ്നിയിൽ ബഹുത് സ കുറെ ബീഹഡ് റസ്ത പാർ കർ ലിയ. അപ്പോ ഈ ലാൽട്ടേന്റെ ഈ വെട്ടത്തിൽ ആണ് അവൻ കുറെ കുണ്ടും കുഴിയുള്ള അല്ലെങ്കിൽ ഈ ഇങ്ങനെ ടാറിടാത്ത വഴീനെ തന്നെ ഊബഡ് ഖാബഡ് റസ്തേനെ പറയുന്നത് ഈ ബീഹഡ് റസ്ത എന്ന് പറയുമ്പോ. അപ്പൊ അങ്ങനത്തെ വഴീനെ ഇവൻ ഈ ലാൽട്ടേന്റെ ഹെൽപ്പോടെ സഹായത്തോടെ ഇവൻ ക്രോസ് ചെയ്തു. ഈ മനുഷ്യൻ ക്രോസ് ചെയ്തു എന്ന് ആണ് ഇവര് കഥയില് ലാസ്റ്റ് ലൈന്. बहुत सा बिहड़ रास्ता पार कर लिया. अപ്പൊ ഈ कहानी का कौन सा प्रसंग शीर्षक को सार्थक बनाने में अधिक संगत है? കഹാനിയുടെ ഏത് പ്രസംഗമാണ് ശീർഷക് ശീർഷക് എന്ന് പറയുമ്പോൾ നമ്മുടെ ടൈറ്റിൽ ഉജാലക്കോ സാർത്ഥക് ബനാനെ മേ കോൺ സാ ഹൈ? ഈ നമ്മുടെ ഈ ലാൽട്ടേൻ ആണ് നമ്മള് രാത്രി നടന്ന് ഇവര് ഇതും കൊണ്ട് നടന്നിട്ട് ആൾക്കാർക്ക് വഴി കാണിക്കുന്നു. അതാണ് ഈ ഉജാല. മറ്റുള്ളവർക്ക് ജീവിതത്തിൽ ഉജാലയായിട്ട് കാണിക്കുന്ന പോലെ രാത്രി ഇത് കത്തിയപ്പോ വഴിയാത്രക്കാർക്ക് ഒരു ഉജാലയായിട്ട് ഇവരെ സഹായിക്കുന്ന ഒരു വെട്ടം വന്നവരെ സഹായിക്കുന്നു. അപ്പോൾ ഐ ഹോപ്പ് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇതിപ്പോ സെക്കൻഡ് ടൈം ഞാൻ റീ അപ്ലോഡ് ചെയ്തതാണ്. അക്കോർഡിംഗ് ടു വ്യൂവേഴ്സ് പറഞ്ഞിട്ടുള്ള മതി സ്ലോലി ട്രൈ ചെയ്തതാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണും. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗിവിംഗ് മീ കമന്റ്സ്. ഐ ഹോപ്പ് that you will understand this chapter. ഭയങ്കര സ്ലോ ആയിട്ട് ഞാൻ വേർഡ് മീനിങ്ങോടെ അത് നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ഞാൻ മാക്സിമം സ്ലോലി പറയാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.